സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് KSRTC. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് അതോറിറ്റി സമയക്രമം നടപ്പിലാക്കിയെങ്കിലും KSRTC ഇതെല്ലാം ലംഘിക്കുകയാണ്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനായി വേഗത്തിൽ വാഹനം ഓടിക്കണമെന്നാണ് ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശം. ഇതാകട്ടെ അപകടങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. 2013 ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബസ്സുകൾക്ക് സമയക്രമം ഏർപ്പെടുത്തി ഉത്തരവിട്ടത്. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ്, ഡീലക്സ്, എക്സ്പ്രസ് തുടങ്ങി ഓരോ ബസ്സിനും കൃത്യമായ സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ട്രാൻസ്പോർട്ട് അതോറിറ്റി നിർദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ എത്തണമെന്നാണ് KSRTC ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം. 8 മണിക്കൂറാണ് ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ജോലി സമയം. നിയമപ്രകാരം സർവീസ് നടത്തിയാൽ കൂടുതൽ ജീവനക്കാരെ ജോലിക്കായി നിയോഗിക്കേണ്ടി വരും എന്നതിനാലാണ് സമയം കുറക്കുന്നത്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് സുൽത്താൻ ബത്തേരി വഴി പോകുന്നത് 8 മണിക്കൂറാണ്. മാനന്തവാടി വഴി പോകുന്നത് 9 മണിക്കൂറും. പക്ഷേ ഇവർ കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് സമയം 2.5 മണിക്കൂറായിട്ട് കുറച്ചു. ആദ്യം പഴയ സമയം 3 മണിക്കൂറായിരുന്നു, ഇപ്പോൾ അത് 2.5 മണിക്കൂറായിട്ട് കുറച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് എറണാകുളം പോകുന്ന സമയം 6 മണിക്കൂറായിരുന്നു, അത് 4.25 മണിക്കൂറായിട്ട് കുറച്ചു. അപ്പോൾ ഈ സമയം കുറക്കുന്നത് KSRTC ഡ്യൂട്ടി കുറക്കാൻ വേണ്ടിയിട്ടാണ് സമയം കുറക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സർവീസിലൊക്കെ അങ്ങനെ സമയത്തിൻ്റെ ഒരു കുറവ് അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് കർണാടക RTCയുടെ ഡിലക്സ് ബസ്സിനേക്കാൾ 1.25 മണിക്കൂർ നേരത്തെ കേരള RTCയുടെ ഡിലക്സ് ബസ് എത്തുമെന്നാണ് ഓൺലൈനിൽ കാണിക്കുന്നത്. നേരത്തെ എത്തുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ യാത്രക്കാർ കേരള ബസ്സിൽ കയറുമെന്നും KSRTC കണക്കുകൂട്ടുന്നു. KSRTC ജീവനക്കാർ മാത്രമല്ല സമയത്തിന്റെ പേരിൽ പ്രതിസന്ധി നേരിടുന്നത്, യാത്രക്കാർ കൂടിയാണ്. ഓൺലൈനിൽ കാണുന്ന സമയം നോക്കി KSRTC ബസ്സിനായി പോയാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും. സാജിദ് അജ്മൽ, മീഡിയ വൺ, കോഴിക്കോട്. KT വിബീഷ് വിശദാംശങ്ങൾ നൽകും. വിബീഷ്, ഒരുപാട് ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്നതാണ് KSRTC. അപ്പോൾ ഒരു ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ ഈ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളൊക്കെ അട്ടിമറിച്ച് യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത് KSRTC? ജിൽസി, ഇതൊരു സുരക്ഷയുടെ പ്രശ്നം കൂടിയാണ്. KSRTC തന്നെ ആളുകൾക്ക് സുരക്ഷിത യാത്ര എന്ന വാഗ്ദാനമാണ് നൽകുന്നത്. ഇത് അടക്കം ലംഘിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2013 ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് അതോറിറ്റി KSRTCയുടെ വിവിധ കാറ്റഗറികളിലുള്ള ബസ്സുകൾക്ക് ദൂരത്തിനനുസരിച്ച് സമയം നിശ്ചയിച്ചത്. അതായത് കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് ഇത്ര സമയം, ഡീലക്സ് ബസ്സിന് ഇത്ര സമയം, അതേപോലെ തന്നെ എറണാകുളത്തേക്ക് ഇത്ര സമയം, ഈ കാറ്റഗറിയിലായിരുന്നു നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പൂർണ്ണമായും ഏറെക്കാലമായി അട്ടിമറിച്ചിരിക്കുന്നത്. ഈ കാര്യം ഡ്രൈവർമാർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം, അതായത് കോഴിക്കോട് നിന്ന് ബത്തേരിയിലേക്ക് നേരത്തെ 3 മണിക്കൂറാണ് സമയം അനുവദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് 2.5 മണിക്കൂർ കൊണ്ട് ഇത്ര സമയം ഓടിയെത്തണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ബത്തേരിയിലേക്ക് പോകുമ്പോൾ ചുരത്തിലുള്ള ബ്ലോക്ക്, അല്ലാതെ തന്നെ റോഡിൽ തന്നെ വാഹന പെരുപ്പമടക്കം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഡ്രൈവർമാർ അമിത വേഗതയിൽ ഓടിയെത്തേണ്ട അവസ്ഥയാണുള്ളത്. ഇതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് എന്ന് ഡ്രൈവർമാർ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം, KSRTCയിൽ കണ്ടക്ടർമാർക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും 8 മണിക്കൂറാണ് ജോലി സമയം. ഈ സമയക്രമം അതിനാൽ തന്നെ കൂടുതൽ ഡ്യൂട്ടി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഇത്തരത്തിൽ വേഗത്തിൽ ബസ് ഓടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നതും ഡ്രൈവർമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് യാത്രക്കാരുടെ സുരക്ഷ തന്നെ പ്രശ്നത്തിലാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാംഗ്ലൂരുവിലേക്കുള്ള കാര്യം നോക്കിയാൽ, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പ്രീമിയം ബസ്സിന് 8.5 മണിക്കൂറാണ് കർണാടക RTCക്ക് കാണിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റേത് ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ എത്തും എന്നാണ് പറയുന്നത്. അത് ഓൺലൈനിൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. അതിനാൽ കേരളത്തിൻ്റെ KSRTC കൂടുതൽ യാത്രക്കാരെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഇതിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് യാത്രക്കാരുടെ സുരക്ഷ എന്നത് കാറ്റിൽ പറത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ KSRTC സ്വീകരിക്കുന്നത്. ട്രാൻസ്പോർട്ട് അതോറിറ്റി തന്നെ നിശ്ചയിച്ച സമയം ലംഘിച്ചുകൊണ്ട് വേഗത്തിൽ ഓടിയെത്തുക എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ KSRTC എത്തുന്നത്. ഇതാണ് അടിക്കടിയുള്ള KSRTCയുടെ ദീർഘദൂര ബസ്സുകളടക്കം അടിക്കടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നടക്കം KSRTC ജീവനക്കാർ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി, KT വിബീഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് KSRTC ചില സാമ്പത്തിക ലാഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെ മറികടക്കാനുള്ള നിർദ്ദേശം ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള വളരെ ഗൗരവതരമായ വിഷയമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്.